2 3 പീസ് ബ്രെഡ് ഉണ്ടെങ്കിൽ മക്കൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവരെ കണ്ണ് പൊടിയിടാൻ നല്ലൊരു എളുപ്പത്തിലൊരു റെസിപ്പി ഉണ്ടാക്കിയാലോ. അവർക്കാണെങ്കിൽ വയറ് നിറയുകയും ചെയ്യും, നമുക്കാണെങ്കിൽ പണിയൂല. അത്രയും സിമ്പിളായിട്ടൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനും വേണ്ടി ഇതുപോലൊരു ബൗള് വെച്ചിട്ട് അതിലോട്ടൊരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ. മൈദയിലോട്ട് തന്നെ ഇതുപോലൊരു 1/4 കപ്പോളം കടലമാവ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെറും മൈദയിൽ വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം, ഇനിയിപ്പോൾ കടലമാവ് മാത്രമാണെങ്കിൽ അങ്ങനെയും എടുക്കാം. പക്ഷേ ഇത് രണ്ടും കൂടെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് ഇതിലോട്ട് ഒരു നുള്ള ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. നിർബന്ധമല്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിലോട്ട് ഇതൊന്ന് അരിച്ചെടുത്ത ശേഷം പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി ബ്രെഡിൽ മധുരം ഉണ്ടാവും. ഇനിയിപ്പം പഞ്ചസാര ചേർക്കാണ്ട് നിങ്ങൾക്ക് പൊരിച്ചെടുക്കാം. പക്ഷേ പഞ്ചസാര ചേർക്കുമ്പോൾ കുട്ടികൾക്ക് ഒന്നുകൂടി ഇഷ്ടമാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിക്കണേ. അപ്പോൾ ഇതുപോലെ ഒന്ന് അരിച്ചെടുത്ത ശേഷം 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കലക്കിയെടുക്കണം. പിന്നെ ഇത് ബ്രെഡ് മുക്കിയെടുക്കാവുന്ന ഒരു പരുവത്തിലുള്ള മാവാണ് കേട്ടോ ഉണ്ടാക്കേണ്ടത്. അതെന്താണെന്ന് വെച്ചാൽ ബ്രെഡ് മുക്കിയെടുക്കുമ്പോൾ ഒരുപാട് മാവ് ചിലവ് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഒരുപാട് അങ്ങ് കട്ടിയിൽ ഉണ്ടാക്കരുത്. ചെറിയൊരു ദോശ മാവിനേക്കാളും ഒരിച്ചിരി ലൂസ്, പഴംപൊരിക്ക് മാവ് ഉണ്ടാക്കൂലേ അതുപോലെ തന്നെ അതിലേക്കും ഒരിച്ചിരി ലൂസിൽ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. എന്നാലേ ബ്രെഡിൽ നന്നായിട്ട് കവറായിട്ട് നിൽക്കുന്ന രീതിയിൽ നമുക്ക് അത്യാവശ്യം ബ്രെഡ് പൊരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പൊടി എടുത്തിട്ട് മാവ് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലെ ഞാൻ കലക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് തേങ്ങ ചെറിയതും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ എണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 2 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്കിത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് 4 പീസാക്കുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യുക, ക്രോസ് ആയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ സ്ക്വയർ രൂപത്തിലോ എങ്ങനെ വേണേലും ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അതും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരെണ്ണം കൊണ്ട് 4 സ്നാക്ക് വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ 4ആയി കട്ട് ചെയ്ത് നമുക്ക് മാവിൽ മുക്കിയിട്ട് നല്ലോണം 2 സൈഡും മുക്കിയിട്ട് നല്ല തിളച്ച എണ്ണയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. മാവ് കണ്ടില്ല, അത്യാവശ്യം ലൂസായിട്ടുള്ള മാവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ 2 സൈഡും കവറായി കിട്ടും. ഇത് നമുക്കിത് തിരിച്ചിട്ട് കൊടുത്ത് 2 സൈഡും ഒന്ന് മൊരിയിപ്പിച്ചെടുത്താൽ നമുക്കിത് എടുക്കാം കേട്ടോ. എല്ലായിടും ഒന്ന് ബ്രെഡ് മുങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് നല്ല ഉറപ്പ് വരുത്തണം, അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡിൽ എണ്ണ കുടിക്കും. അപ്പോൾ എണ്ണ നമ്മൾ നല്ലോണം മാവിൽ മുക്കിയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലെ നല്ല മൊരിഞ്ഞ് വന്നാൽ നമുക്കിത് എടുക്കാം. അത് നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക്